നമസ്കാരം. ശ്രീകൃഷ്ണചരിത മണിപ്രവാളം ചതുർത്ഥ സർഗത്തിലെ ഇന്ന് 61-ാമത്തെ ശ്ലോകം തൊട്ട് ചൊല്ലാം. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുസാക്ഷാൽ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. കളവേണൂരവകളായ നീല കമലാ ചുംബനലംബടോതിരമ്യ അളിബോധൈവാരവിന്ദൻ മധ്യേ രമതാമഹ്യതി ദേവകീ കിശോര. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. 61-ാമത്തെ ശ്ലോകം. ബഹുപക്ഷികളമ്പരേ പറക്കുന്നളവിൽ പക്ഷമുടൻ കരിഞ്ഞു വീണു മഹിഷങ്ങൾ ഗജങ്ങളെന്നു വേണ്ട ബഹുധാ വാരി കുടിച്ചപായമായി. വളരെയധികം പക്ഷികൾ ആകാശത്തിൽ പറക്കുന്ന അവസരത്തിൽ വിഷക്കാറ്റേറ്റ് ചിറകുകരിഞ്ഞ് പെട്ടെന്ന് നിലംപതിച്ചു. പോത്തുകൾ, ആനകൾ എന്നുവേണ്ട എല്ലാ ജീവികളും ആ ജലം കുടിച്ച് പല പ്രകാരത്തിലും അപായപ്പെട്ടു. അതിസങ്കടമാശു കണ്ട നേരം പതിപത്മേ കനിവുള്ള അതിസങ്കടമാശു കണ്ട നേരം മതിപത്മേ കനിവുള്ള വാസുദേവൻ അതിരുഹ്യ തഥാ കടമ്പു തന്മേലധിക പ്രഭാവമോടു തത്ര നിന്നാൽ. പ്രാണികൾക്ക് വന്നുചേരുന്ന ഈ അതിസങ്കടം കണ്ട് ഹൃദയപങ്കജത്തിൽ കനിവുള്ള ശ്രീകൃഷ്ണൻ വേഗത്തിൽ അപ്പോൾ അടുത്തു നിൽക്കുന്ന കടമ്പു വൃക്ഷത്തിൽ കയറി അധികമായ ദിവ്യ തേജസ്സോടെ അതിൻ്റെ കൊമ്പത്ത് നിന്നു. ഗരളാഗ്നിബലാൽ കരിഞ്ഞ വൃക്ഷം തരസാ പൂത്തു തഴച്ചു ദൃഷ്ടമായി യമുനാസലീലേ കുതിച്ചു ചാടി കമലാവല്ലഭനുല്ലസൽ പ്രമോദം. വിഷത്തീൻ്റെ ശക്തിയാൽ കരിഞ്ഞു പോയിരുന്ന കടമ്പു വൃക്ഷം ശ്രീകൃഷ്ണൻ്റെ പാദസ്പർശമേൽക്കയാൽ പെട്ടെന്ന് പൂത്തു തഴച്ചു കാണപ്പെട്ടു. കമലാകാമുകനായ കൃഷ്ണൻ വർദ്ധിച്ച സന്തോഷത്തോടുകൂടെ യമുനാ നദീജലത്തിലേക്ക് കുതിച്ചു ചാടി. തിരമാലകളിൽ കളിച്ചു മന്ദം വിളയാടിയിടിന കൃഷ്ണനെ ഫണീന്ദ്രൻ ഗുരുകോപമണഞ്ഞു ചുറ്റി മുറ്റും പരിദംശിച്ചിതു മർമ്മസന്ധിതോറും. തിരമാലകളിൽ പതുക്കെ കളിച്ച് രസിക്കുന്ന കൃഷ്ണനെ ആ സർപ്പരാജൻ വർദ്ധിച്ച കോപത്തോടുകൂടി വന്ന് മുറുകെ ചുറ്റി മർമ്മങ്ങൾ തോറും സന്ധികൾ തോറും കടിച്ചു. ഭഗവാനെ ആ സർപ്പരാജൻ കടിച്ചു. പുളിനെ മരുകുന്ന ഗോപവൃന്ദം നളിനാക്ഷൻ്റെ ദശാവിശേഷമേവം അവലോക്യ വിലാപരോധമോടെ വിവശീഭാവമിയന്നു നിന്നുഴന്നു. നദിയുടെ മണൽത്തട്ടിൽ നിൽക്കുന്ന ഗോപന്മാർ പുണ്ടരീകാക്ഷൻ്റെ ഇപ്രകാരമുള്ള അവസ്ഥാവിശേഷങ്ങളെ കണ്ടിട്ട് ശബ്ദവിലാപത്തോടെ പാരവശ്യം പൂണ്ട് അവിടെ നിന്നു. 66-ാമത്തെ ശ്ലോകം. അശുഭം വധ കണ്ടു നന്ദഗോപൻ പശുപന്മാരുമശേഷനാരിമാരും ബലഭദ്രനുമാശു തത്ര വന്നാലരമേ ക്രീഡിതമെന്നു നിന്നു ചൊന്നാൽ. വന്നാൽ ബലഭദ്രനുമാശു തത്ര വന്നാരലാമി ക്രീഡിതമെന്നു നിന്നു ചൊന്നാൻ. ഇത് കഷ്ടം. നന്ദഗോപര് ദുർനിമിത്തങ്ങൾ കാണുകയാൽ ഗോപന്മാരോടുകൂടെ എല്ലാ സ്ത്രീജനങ്ങളോടും ബലഭദ്രരോടും കൂടി അവിടെ വേഗത്തിൽ വന്നു നിന്ന് ഈ കളി മതിയാക്കൂ കണ്ണ എന്ന് കൃഷ്ണനോട് പറയുകയായിരുന്നു. ഫണിബന്ധമഴിച്ചു വാസുദേവൻ പണി കൂടാതെ കരേറി തീരഭാഗേ ഫണിതൻ ഫണചക്രമേറി നിന്നങ്ങണി നൃത്തങ്ങൾ തുടങ്ങി ഭംഗിയോടെ.
ഭഗവാൻ ഫണിബന്ധമഴിച്ചു. ശ്രീകൃഷ്ണൻ സർപ്പത്തിൻ്റെ ചുറ്റഴിച്ച് പ്രയാസം കൂടാതെ കരയ്ക്കു കയറി. അനന്തരം സർപ്പത്തിൻ്റെ ഫണസമൂഹങ്ങളിൽ കയറി നിന്ന് ഭംഗിയിൽ മനോഹരങ്ങളായ നൃത്തവിശേഷങ്ങൾ ആരംഭിച്ചു. തളയും വളയും കിലുങ്ങുമാറങ്ങിളകി തൽപദപാണിതാളമേളം ലളിതം വദനം മനോഭിരാമം കളസംഗീതകമംഗലം വിളങ്ങി. ശ്രീകൃഷ്ണൻ്റെ കാലുകൾ കൊണ്ടും കൈകൾ കൊണ്ടുമുള്ള താളമേളങ്ങളും തളകളും വളകളും കിലുങ്ങുമാറ് പൊങ്ങി. മനസ്സിനെ മയക്കുന്നതും സുന്ദരവുമായ കൃഷ്ണൻ്റെ തിരുമുഖം അവ്യക്തമധുരമായ മംഗളധ്വനി കൊണ്ട് അത്യധികം ശോഭിച്ചു. വിറകൊണ്ടിതു കൊണ്ടൽ വേണിഭാഗേ നിറകൊണ്ടിടിന കേകി പിഞ്ചജാലം നിറമേറിന പീതമാംദുകൂലം നിതരാമങ്ങളിളകുന്നു നിർമ്മലാഭം. കാർമേഘം പോലെ മനോഹരമായ മുടിക്കെട്ടിൽ നിറയെ തിരുകിവെച്ച മയിൽപ്പീലിക്കൂട്ടം വിറച്ചുകൊണ്ടിരിക്കുന്നു. നിറമേറിയ മഞ്ഞപ്പട്ടുടയാട നിർമ്മലമായ കാന്തി ചിതറിക്കൊണ്ട് വല്ലാതെ വലിച്ചുകൊണ്ടിരിക്കുന്നു. അഴകേറിന ചാരുനാദമോടെ കുഴലും പാണിതലേ വക്ത്രപത്മേ മധുരാധരസീംനി ചേർത്തു അതികാനന്ദമമഗീതഘോഷം. ഭംഗിയേറിയതും മനോഹരമായതുമായ നാദം പുറപ്പെടുവിക്കുന്നതുമായ ഓടക്കുഴൽ കൈക്കൊണ്ട് മുഖപങ്കജത്തിലുള്ള മധുരാധരത്തിൻ്റെ മധ്യത്തിൽ ചേർത്ത് വെച്ച് ഉച്ചമായ ഗാനഘോഷം. അധികം കർണാനന്ദകരമെന്നേ പറയേണ്ടതുള്ളൂ. ഭംഗിയിൽ ശ്രീകൃഷ്ണൻ വേണുഗാനം ആലപിക്കുവാൻ തുടങ്ങി. ഇന്ന് ഇവിടെ വെച്ച് നിർത്താം. നാളെ 71 തൊട്ട് ചൊല്ലാം. എല്ലാവരും മണിപ്രവാളം കഥ കേൾക്കുക. ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രമാവുക. എല്ലാവർക്കും ഭഗവാൻ നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോകാ സമസ്ത സുഖിനോ ഭവന്തു.